Section 2(m) Nominal or associate member means a member who possesses only such privileges and rights of a member and who is subject only to such liabilities of member as may be specified in the bylaws. അതായത് നാമമാത്ര അംഗം അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർ എന്നാൽ എന്താണ്? ബൈലോയിൽ പ്രത്യേകം പറയുന്ന വിശേഷാധികാരങ്ങളും അവകാശങ്ങളും മാത്രമുള്ളതും അങ്ങനെ പ്രത്യേകം പറയുന്ന അംഗത്തിൻ്റെ ബാധ്യതകൾക്ക് മാത്രം വിധേയമായിട്ടുള്ളതുമായ അംഗം എന്നാണ് അർത്ഥം. അതായത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറിൻ്റെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എവിടേക്കാണ് പറഞ്ഞിരിക്കുന്നത്? ബൈലോയിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ബൈലോ പ്രകാരം നൽകപ്പെട്ടിട്ടുള്ള അവകാശങ്ങളും മുൻഗണനയും മാത്രമേ നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർക്ക് ലഭിക്കുകയുള്ളൂ. Section 2(n) Officer means the President, Vice President, Chairman, Vice Chairman, Secretary, Manager, Member of Committee or Treasurer and includes a liquidator, administrator and any other person empowered under the rules or the bylaws to give directions in regard to the business of a society. അതായത് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് എന്താണ്? പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ചെയർമാനോ വൈസ് ചെയർമാനോ സെക്രട്ടറിയോ മാനേജറോ അല്ലെങ്കിൽ കമ്മിറ്റി അംഗമെന്നോ അല്ലെങ്കിൽ ട്രഷററോ അതുകൂടാതെ അതിൽ ലിക്വിഡേറ്ററും അഡ്മിനിസ്ട്രേറ്ററും മാത്രമല്ല ചട്ടത്തിലോ അല്ലെങ്കിൽ ബൈലോയിലോ പ്രകാരം സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകാൻ അധികാരപ്പെട്ട മറ്റ് വല്ല വ്യക്തികളും അടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. Section 2(o) Prescribed means prescribed by rules made under this Act. അതായത് ഈ നിയമപ്രകാരം ഉണ്ടാക്കിയ ചട്ടങ്ങളാൽ നിർണയിക്കപ്പെട്ട എന്നാണ് അർത്ഥമാക്കുന്നത്. Section 2(oA) Prescribed period means the period of limitation specified in Schedule 3 of Schedule 3 appended to this Act. അതായത് ഈ നിയമത്തിന് അനുബന്ധമായി ചേർത്തിട്ടുള്ള ഷെഡ്യൂൾ 3-ൽ പറഞ്ഞിരിക്കുന്ന കാലാവധി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് ഷെഡ്യൂൾ 3 എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കും. Section 2(oAA) Primary Agricultural Credit Society means a service cooperative society, a service cooperative bank, a farmer service cooperative bank or a rural bank having its area of operation confined to a village, panchayat or municipality and the primary object or principal business of which is to provide financial accommodation to its members for agricultural purposes or allied agricultural activities. The rate of interest on such loans and advances and the area of operation shall be fixed by the registrar. കാർഷിക ആവശ്യങ്ങൾക്കോ അനുബന്ധ കാർഷിക പ്രവർത്തനങ്ങൾക്കോ വേണ്ടി അതിലെ അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നത് പ്രാഥമിക ലക്ഷ്യമോ പ്രധാന ബിസിനസ്സോ ആയിട്ടുള്ളതും പ്രവർത്തന മേഖല ഒരു വില്ലേജോ ഒരു പഞ്ചായത്തോ ഒരു മുനിസിപ്പാലിറ്റിയോ ആയി പരിമിതപ്പെടുത്തിയിട്ടുള്ളതുമായ ഒരു സർവീസ് സഹകരണ സംഘം, സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഒരു കാർഷിക സർവീസ് സഹകരണ ബാങ്ക് അല്ലെങ്കിൽ ഒരു ഗ്രാമീണ ബാങ്ക് എന്ന് അർത്ഥമുള്ളതും അത്തരം വായ്പകളുടെയും അഡ്വാൻസുകളുടെയും പലിശ നിരക്കും പ്രവർത്തന മേഖലയും രജിസ്ട്രാർ നിശ്ചയിക്കുന്നതുമാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. Provided that the restriction regarding area of operation shall not apply to societies or banks which are in existence on 1st January 2000. എന്നാൽ പ്രവർത്തന മേഖല സംബന്ധിച്ചുള്ള നിയന്ത്രണം 2020 ജനുവരി 1-ന് നിലവിലുണ്ടായിരുന്ന ബാങ്കുകൾക്കോ സംഘങ്ങൾക്കോ ബാധകമായിരിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് എന്ന് പറയുകയാണ്. ഇഫ് ദ എബോവ് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഈസ് നോട്ട് ഫുൾഫിൽഡ് സച്ച് എ സൊസൈറ്റി ഷാൾ ലോസ് all characteristics of a primary agricultural credit society as specified in the Act, rules and bylaws except the existing staff strength.
ഇവിടെ പറയുകയാണ്, മുകളിൽ പറഞ്ഞ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഫുൾഫിൽ ചെയ്യുന്നില്ല എങ്കിൽ ഏതാണ് ആ ഒബ്ജക്റ്റ്? അതായത് കാർഷിക ആവശ്യങ്ങൾക്കോ മറ്റ് അനുബന്ധ കാർഷിക ആക്ടിവിറ്റീസിനോ ലോൺ കൊടുക്കുക എന്താണ് ഉദ്ദേശം. അത് ചെയ്യുന്നില്ല എങ്കിൽ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഈ ടാക്സിൽ പറഞ്ഞ സൊസൈറ്റികൾ ചെയ്യുന്നില്ല എങ്കിൽ എന്താണ്, ആ സൊസൈറ്റികൾക്ക് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന പദവി നഷ്ടപ്പെടും എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, ഓരോ ബാങ്കിനും ഓരോ സ്റ്റാഫ് സ്ട്രെങ്താണുള്ളത്. സൂപ്പർ ഗ്രേഡ് ബാങ്ക്, സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക്, ക്ലാസ് 1 സൊസൈറ്റികളൊക്കെ വേറെ വേറെ സ്റ്റാഫ് സ്ട്രെങ്താണുള്ളത്. സോ ആ സ്റ്റാഫ് സ്ട്രെങ്തിനെ ഒരിക്കലും ബാധിക്കില്ല. പകരം എന്ത് ചെയ്യും, അവർക്ക് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ എല്ലാ സവിശേഷതകളും അവർക്ക് നഷ്ടപ്പെടും. ഇവിടെ പറയുകയാണ്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒരു സർവീസ് സഹകരണ സംഘമോ അല്ലെങ്കിൽ സർവീസ് സഹകരണ ബാങ്കോ അല്ലെങ്കിൽ ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കോ അല്ലെങ്കിൽ ഒരു ഗ്രാമീണ ബാങ്കോ ആകാം എന്നാണ് പറയുന്നത്. അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? വില്ലേജ് ആകാം, പഞ്ചായത്ത് ആകാം, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആകാം. അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഏതാണ്? ഈസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അക്കോമഡേഷൻ ടു ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് കാർഷിക ആവശ്യങ്ങൾക്കോ അനുബന്ധ കാർഷിക പ്രവർത്തനങ്ങൾക്കോ വേണ്ടിയാണ് എന്ത് കൊടുക്കുന്നത്? സാമ്പത്തിക സഹായം കൊടുക്കുന്നത്. അതുമാത്രമല്ല, ഇത്തരം സംഘങ്ങളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതുപോലെ അഡ്വാൻസിൻ്റെ റേറ്റൊക്കെ നിശ്ചയിക്കുന്നത് ആരാണ്? രജിസ്ട്രാറാണ് നിശ്ചയിക്കുന്നത്. അതുകൂടാതെ രജിസ്ട്രാറാണ് അത്തരം സംഘങ്ങളുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ നിശ്ചയിക്കുന്നത്. Section 2 OB Primary Credit Society means a cooperative society other than primary agricultural credit society, the primary object or principal business of which is to accept deposits from its members for the purpose of lending to its members or investments, and the bylaws of which do not permit admission of any other cooperative society as its members. ഇവിടെ പ്രാഥമിക വായ്പാ സംഘം എന്നാണ് പറയുന്നത്. അതായത് അംഗങ്ങൾക്ക് വായ്പ നൽകുന്നതിനും നിക്ഷേപത്തിനു വേണ്ടി അതിലെ അംഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുക എന്നത് അതിൻ്റെ പ്രാഥമിക ലക്ഷ്യമോ പ്രധാന ബിസിനസ്സോ ആയതും അതിൻ്റെ നിയമാവലി പ്രകാരം മറ്റ് സഹകരണ സംഘങ്ങളെ അതിൻ്റെ അംഗങ്ങളാക്കുന്നതിൽ നിന്ന് അനുവദിക്കാത്തതുമായ പ്രാഥമിക കാർഷിക വായ്പാ സംഘം ഒഴികെയുള്ള സഹകരണ സംഘം എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് പ്രൈമറി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മെമ്പേഴ്സിൽ നിന്ന് മാത്രം ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും മെമ്പേഴ്സിന് മാത്രം വായ്പ കൊടുക്കുകയും ചെയ്യുന്ന സംഘങ്ങളെയാണ് എന്ത് പറയുന്നത്? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഇവർ എന്ത് ചെയ്യില്ല? മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ഒരിക്കലും എന്ത് ചെയ്യില്ല? മെമ്പറാക്കില്ല. സെക്ഷൻ 2 OC പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് means a society having its area of operation confined to a taluk and principal object of which is to provide for long-term credit for agriculture and rural development activities. അതായത് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് എന്നാൽ ഒരു താലൂക്ക് പ്രവർത്തന പ്രദേശമായിട്ടുള്ളതും കാർഷിക ഗ്രാമവികസന പ്രവർത്തനങ്ങൾക്ക് ദീർഘകാല വായ്പ നൽകുക എന്ന പ്രധാന ഉദ്ദേശത്തോടു കൂടിയ ബാങ്ക് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഒരു താലൂക്കാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ലോങ് ടേം ക്രെഡിറ്റ് കൊടുക്കുക എന്നതാണ്. ഏതൊക്കെ മേഖലകളിൽ? അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് ലോങ് ടേം ലോൺ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട ബാങ്കാണ് ഏത്? പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇവിടെ പറയുകയാണ്, പ്രൊവൈഡഡ് ദാറ്റ് no primary cooperative agriculture and rural development bank shall be registered without the bifurcation of assets and liabilities of the existing societies having the area of operation in more than one taluk, and the societies shall restrict operation in the area of the respective society on such bifurcation. എന്നാൽ നിലവിൽ ഒന്നിൽ കൂടുതൽ താലൂക്കുകൾ പ്രവർത്തന പരിധിയുള്ള സംഘങ്ങൾ തങ്ങളുടെ ആസ്തി ബാധ്യതകൾ വിഭജിക്കുകയും തുടർന്ന് പ്രവർത്തനം വിഭജനത്തെ തുടർന്ന് ഒരു താലൂക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്യാതെ
ഒരു പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്കും രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പി കാർഡ് ബാങ്കുകൾക്ക് ഒരു താലൂക്കിൽ മാത്രമേ പ്രവർത്തിക്കാൻ അധികാരമുള്ളൂ. എന്നാൽ ചില സ്ഥലങ്ങളിൽ താലൂക്ക് വിഭജനം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സംഘങ്ങളുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ കൺഫ്യൂഷനൊക്കെ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായത് നിലവിൽ ഒന്നിൽ കൂടുതൽ താലൂക്കുകൾ പ്രവർത്തന പരിധിയുള്ള പി കാർഡ് ബാങ്കുകൾ ഉണ്ടാവാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് തങ്ങളുടെ ആസ്തി ബാധ്യതകൾ വിഭജിക്കുകയും പ്രവർത്തനം ഒരു താലൂക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്യാതെ ഒരു പ്രാഥമിക കാർഷിക സഹകരണ ബാങ്കും രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ODയിൽ പറയുന്നു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി means a society having jurisdiction over any specified area in one revenue district or more than one district in the state and having individuals, other societies, state government and local self-government as its members. അതായത് പ്രാഥമിക സഹകരണ സംഘം എന്നാൽ സംസ്ഥാനത്തെ ഒരു റവന്യൂ ജില്ലയിലോ അല്ലെങ്കിൽ ഒന്നിലധികം ജില്ലകളിലോ പ്രവർത്തന പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതും വ്യക്തികളും മറ്റ് സംഘങ്ങളും സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അംഗമായിട്ടുള്ള ഒരു സഹകരണ സംഘം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ഡെഫിനിഷൻ മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഡീറ്റെയിൽഡ് കമ്പാരിസൺ ടേബിൾ ഇടും. അതിൽ നിങ്ങൾക്ക് വ്യക്തമായി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാവും.